ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പച്ചക്കറി കൃഷികളായിട്ടുള്ള പയർ, അതേപോലെ വെണ്ട, വഴുതന നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പും അതേപോലെ ഏകദേശം ഇതിൻ്റെ വിളവെടുപ്പ് തയ്യാറായിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് നമ്മൾ കുറച്ച് തൈകളും ഒക്കെ നട്ടു കൊടുക്കുന്നുണ്ട് പയറിൻ്റെയൊക്കെ. അതൊക്കെ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ തുടർച്ചയായി ഒരു 2 മാസത്തോളം നമുക്ക് ഈ ഒരു പയർ ചെടികളിൽ നിന്ന് ഇതേപോലെ വിളവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നാണ് കുറേശ്ശെ പയർ പൂക്കളും ഒക്കെ കായ്കളൊക്കെ ആയി വരുന്നു. അപ്പം ഏകദേശം വിളവ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ഥലം അടുത്ത കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കുറച്ച് പയർ ചെടികൾ നമുക്ക് ഇതിൽ പയർ വിളവെടുക്കാനുണ്ടാകും. അതേപോലെ ചെറിയ ചെറിയ പയറുകളായിരിക്കും. ചുവട്ട് വശത്തു നിന്നാണ് കൂടുതലായിട്ട് മൂപ്പത്തിയ വള്ളികളിൽ നിന്ന് ഇപ്പോൾ പയർ ഉണ്ടാകുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും അത്യാവശ്യം പയറുണ്ട്. കുറച്ച് നമുക്ക് പറിക്കാനുണ്ട്. എന്നാലും ഇതേപോലെ നമുക്ക് വിളവ് തയ്യാറായിട്ടുള്ള പയർ ചെടീൻ്റെ ചുവട്ടിൽ നിന്ന് ഇതേപോലെ വീണ്ടും പൂക്കൾ വന്ന് അതിൽ പയർ ചെടികൾ ഉണ്ടാകാറുണ്ട്. പയർ ഇതേപോലെ ചുവട്ടിൽ നിറയെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടികൾ ഒഴിവാക്കിയിട്ട് നമുക്ക് പുതിയ വിത്തുകൾ ഇവിടെ വെച്ചിട്ട് നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കുറച്ച് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വിത്തുകൾ നടുന്ന വേണ്ടിയിട്ട് ഇതേപോലെ തടം എടുത്ത് കൊടുത്തിട്ടുണ്ട്. മണ്ണ് ഇളക്കിയിട്ട് അതിൽ കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തടമാണ്. 2-3 തടം നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ആഴ്ച മുന്നേ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള പയർ ചെടിയും അതേപോലെ ചീര തൈകളുമാണ്. അത്യാവശ്യം ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പടർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു പന്തലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കൃഷി. ഇപ്പം വേനൽക്കാലമാകുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ നനച്ച് വളർത്തിയെടുക്കാവുന്ന നല്ലൊരു വിളയാണ് ഈ പയർ, അതേപോലെ വെണ്ട, കയ്പയൊക്കെ. ഇത് നമ്മൾ പയർ വിത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നട്ട് കൊടുക്കാം. ഓരോ വിത്തുകളായിട്ട് നമ്മൾ മണ്ണെടുത്തിട്ടുള്ള ഇതേപോലെ തടം എടുത്തിട്ടുള്ള ഭാഗത്ത് നട്ട് കൊടുക്കുകയാണ്. ഒരടിയെങ്കിലും നമ്മൾ വിത്തുകൾ തമ്മിൽ നടുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഓരോ വിത്തുകളായിട്ട് നട്ട് കൊടുക്കുന്നുണ്ട്. വിത്തുകൾ നമ്മൾ തടത്തിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഡെയിലി നനച്ച് കൊടുക്കുക. മഴയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ വേനലായതുകൊണ്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. നനയ്ക്കുന്ന സമയത്ത് നമുക്ക് മുളച്ച് കഴിഞ്ഞാൽ വളപ്രയോഗം ചെയ്ത് തുടങ്ങാം. നമ്മൾ പ്രധാനമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പിണ്ണാക്ക്, അതേപോലെ പച്ച ചാണകവും വെണ്ണീരും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ ചെടികൾക്ക് വളമായിട്ട് ഒഴിച്ച് കൊടുക്കുക. 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലൊക്കെ അത് ഒഴിച്ച് കൊടുക്കാറുണ്ട്. ചീര ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇനി ഇതിൽ കുറച്ച് വിത്തുകളാണ്. ഈ വിത്തുകൾ നമുക്ക് ഇതേപോലെ പറിച്ചെടുത്ത് ഇതും പാകി മുളപ്പിക്കാവുന്നതാണ്. നമ്മൾ ചീര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം വരുന്ന ഭാഗത്തു നിന്നൊക്കെ ഇതേപോലെ പുളുത്തിയ വിത്തുകളുണ്ടാവും. അത് നമുക്ക് മുളപ്പിച്ചെടുക്കാം. അതേപോലെ മുളക്, ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് കൃഷി ചെയ്തെടുക്കാം. മുളക് ഏകദേശം മൂപ്പത്തിയെത്തുന്നുണ്ട്. അത് പറിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മുളക് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ പയർ, മൂപ്പത്തിയ പയറും കൂടി പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടിയും പറിച്ചെടുക്കാനുണ്ട്. ഇത് വിളവ് കുറയുന്നതനുസരിച്ച് നമ്മളെ പയറിൻ്റെ വലുപ്പവും നീളവും ഒക്കെ കുറയും. എന്നാലും നമുക്ക് പറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വിത്തിന് വേണ്ടി നമ്മൾ ആദ്യമേ കുറച്ച് പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത വിത്താണ് നമ്മളിപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ തത്തകളുടെ ശല്യം കൊണ്ടാണ് ഈ നെറ്റ് കെട്ടി കൊടുത്തിട്ടുള്ളത്. തത്തകൾ നമ്മൾ നീലപ്പയറിൽ അധികം നീലപ്പയർ കഴിക്കാറില്ല. പച്ചപ്പയറാണ് ഈ തത്തകൾ വന്നിട്ട് തിന്നു പോകുന്നത്. അപ്പോൾ നീലപ്പയർ നമ്മൾ കൂടുതലായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.